ഹലോ ഗായ്സ്, അങ്ങനെ ഏറെ നാളായി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു സ്കൈ ഡൈവ് ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ ഇന്ന് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജൊക്കെ വന്നു, ഇതെങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് ലെങ്തി വീഡിയോ ചെയ്താലോ എന്ന്. സ്കൈ ഡൈവ് ദുബായിയുടെ ഒഫീഷ്യൽ പേജിൽ നിന്നായിരുന്നു ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഡേറ്റും ടൈമും ചൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് കിട്ടിയ ടൈം ഒരു 8:45 ആയിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ എത്തി. നമ്മളവിടെ ചെന്നപാടെ ഒരു രജിസ്ട്രേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് അവർ നമ്മുടെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യും. സ്കൈ ഡൈവ് ചെയ്യാൻ പോകുമ്പോൾ ജീൻസൊക്കെ പരമാവധി ഒഴിവാക്കി ഒരു സ്പോർട്സ് ടൈപ്പ് വെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇൻസ്ട്രക്ടർ നമ്മുടെ കൂടെ വരും. പുള്ളി ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്യും, എങ്ങനെയാണ് നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോഴത്തെ പൊസിഷൻ, നമ്മളെങ്ങനെയാണ് ചാടാൻ പോകുന്നത്, അങ്ങനെ കുറച്ചൊരു ഇൻട്രോ തരും. പിന്നെ അവർ നമ്മുടെ ഒരു വീഡിയോ ഒക്കെ എടുക്കും. നമ്മുടെ പേഴ്സണൽ ഫോണോ ക്യാമറയോ ഒന്നും അലൗഡ് അല്ല കേട്ടോ. നമ്മൾ ചാടാൻ പോകുമ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് തന്നെയായിട്ട് നമ്മൾ ജമ്പ് ചെയ്യുന്നൊപ്പം വേറൊരു ഇൻസ്ട്രക്ടറും കൂടെ ജമ്പ് ചെയ്യുന്നുണ്ട്. ആളാണ് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വീഡിയോസിനെ പറ്റി ഒന്നും വറീഡ് ആവണ്ട. അടിപൊളിയായിട്ട് അവർ ക്യാപ്ചർ ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് അയച്ചു തരുന്നത്. എൻ്റെ ഇൻസ്ട്രക്ടർ ഒരു പൊളിയായിരുന്നു കേട്ടോ. പുള്ളി കുറേ എക്സ്പീരിയൻസ് ഉള്ളൊരു ആളായിരുന്നു. പുള്ളിയുടെ പേര് ഞാൻ നൈസായിട്ട് മറന്നുപോയി. അങ്ങനെ പുള്ളി മോട്ടിവേറ്റ് ചെയ്ത് ലാസ്റ്റ് ഫൈനലി ആ മൂമെൻറ്റ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. 13,000 അടി മുകളിൽ നിന്ന് ഒരു പ്ലെയിനിൽ നിന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് ജമ്പ് ചെയ്തു എന്നൊക്കെ പറയാനാണ് എനിക്കിഷ്ടം. ദാറ്റ് വാസ് എ മാജിക്കൽ മൂമെൻറ്റ്. നമ്മൾ ആ ജമ്പ് ചെയ്ത് ഒരു 2 സെക്കൻഡിലേക്ക് എനിക്കൊന്നും തിരിഞ്ഞില്ല. ഭയങ്കര ഫോഴ്സിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എവിടെയാണ് എന്നൊക്കെ ഒന്ന് റിയലൈസായി വരാൻ ഒരു 2 സെക്കൻഡ്സ് എനിക്ക് വേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഒരു നോർമൽ ഒരവസ്ഥയിലേക്ക് എത്തും. ഇറ്റ് വാസ് സോ മാജിക്കൽ, സോ പ്രീഷ്യസ്. ഞാൻ കുറച്ച് സമയത്തേക്ക് എനിക്ക് ചിറകൊക്കെ ഉള്ളൊരു ബേർഡായിട്ട് തോന്നി. താഴെ എത്തരുതേ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ. കാരണം ആ വ്യൂ അടിപൊളിയായിരുന്നു. ആ സമയത്ത് നമുക്ക് വരുന്ന ഫീലിങ്സ് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എക്സ്പ്ലനേഷനേക്കാളും നല്ലത് എക്സ്പീരിയൻസാണ്.